ഹലോ ഫാമിലി, അങ്ങനെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വെച്ചിട്ട് ലോക നമ്മൾ സെക്കൻഡ് ടൈമും കണ്ടു. വാമ്പയർ ഡയറീസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും ഇതുമായിട്ട് എവിടേക്കോ എന്തൊക്കെയോ കണക്ഷൻസ് തോന്നും. എന്തായാലും എനിക്ക് തോന്നി. അങ്ങനെ ഫിലിമൊക്കെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി. ഇനി നല്ലൊരു ഫുഡാണ് വേണ്ടത്. ഫൈനലി ചാമ്പ്യൻസ് റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. ഗൂഗിൾ അമ്മച്ചിയോട് വഴി ചോദിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ആ കട ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തത് എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് സൗത്ത് ബീച്ച് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദ ഷാപ്പ് കണ്ണിൽപ്പെട്ടത്. പേര് കേട്ട് ആരും സന്തോഷിക്കണ്ട, കാരണം ഇവിടെ കള്ള് കിട്ടില്ല. ഇതൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. അപ്പം പിന്നെ വിചാരിച്ചു, എന്നാൽ ഇന്നത്തെ ഭക്ഷണം ഇവിടെ നിന്നാവാം. ഈ റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെറിയൊരു പാർക്കിംഗ് ഏരിയ അവർക്കുണ്ട്. നമ്മൾ ഈ വാതിലും തള്ളി തുറന്ന് ഈ ഏണിപ്പടി കയറി ചെല്ലുന്നത് ഒരു 19 കൊല്ലം പുറകിലോട്ടാണെന്ന് തോന്നും. കാരണം അവരുടെ റെസ്റ്റോറൻറ്റ് അതേപോലുള്ള ഒരു ആംബിയൻസിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. അങ്ങനെ അവിടെ ഒരു ടേബിളിൽ ഞങ്ങൾ ആസനസ്ഥയായിട്ടുണ്ട്. ആൻഡ് അവിടെ ഷാർപ്പ് ടൈംസ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. ആൻഡ് മെനു കാർഡ് കണ്ടില്ലേ, നമ്മുടെ പണ്ടത്തെ ഡയറിയുടെ ടൈപ്പൊക്കെയാണ്. പിന്നെ കുറേ അവരുടെ മെനുവും കാര്യങ്ങളൊക്കെ വിവരപ്പട്ടികയൊക്കെ ആയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ മെനുവിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു. അതിൽ എന്ത് ഓർഡർ ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആയപ്പോൾ അവസാനം അവരോട് തന്നെ ചോദിച്ചു, നിങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്ന്. സോ അവർ പറഞ്ഞു കുഞ്ഞിക്കോഴിയും കുഞ്ഞിമുട്ടയാണ്. എന്നാൽ പിന്നെ അതന്നെ ആയിക്കോട്ടെ. അങ്ങനെ സംഭവം വന്നു. കൂടെ കല്ലപ്പം. ഈ വൈറ്റ് കളറിലിരിക്കുന്നതാണ് ആ കുഞ്ഞിക്കോഴിയും, മറ്റേത് കുഞ്ഞി മുട്ടയുമാണ്. അതിൽ മുട്ട മാത്രമല്ല, നമ്മുടെ പിടി പോലെയുള്ള സംഭവങ്ങളില്ലേ, അതായത് അരിപ്പൊടി വെച്ചിട്ടുള്ള സംഭവം, അതുമാണ്. ആക്ച്വലി എനിക്ക് ആ സ്പെഷ്യലിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവരുടെ കല്ലപ്പം, അതുപോലെ തന്നെ പൊറോട്ടയും ഞങ്ങൾ വാങ്ങിയിട്ടായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഓവറോൾ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റേഷൻ ഭയങ്കര എക്സലൻ്റ് ആയിട്ടും, പക്ഷേ ഫുഡ് ഒരു ആവറേജും ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ ഒരു ഫുഡ് മാത്രമാണ് വാങ്ങിയത്. സോ ബാക്കിയുള്ള ഫുഡിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ട് അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി കേട്ടോ.